നമ്മുടെ ഈ ഉദ്ഘാടന സെഷനിൽ അധ്യക്ഷ വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള PN അബ്ദുൽ ലത്തീഫ് മൗലവി, ആമുഖ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് അലി, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽക്കിന്ദി, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, ആശംസിക്കുന്ന ഷെരീഫ്, ഡോക്ടർ P നസീഫ്, ഷമീൽ അംജദ് ബിലാൽ, അതുപോലെ ഒട്ടേറെ ആളുകൾ വേദിയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മൂന്നാമത് ബിരുദദാന ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആരോരുമില്ലാത്ത ഈ വിജനമായ ഈ പ്രദേശത്ത് ഒരു സ്ഥാപനം വളർത്തിയെടുത്ത് ധാരാളം കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകി സമൂഹത്തിനും സമുദായത്തിൻ്റെ ഇടയിൽ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ഉതകുമാറുള്ള ഒട്ടേറെ ആളുകളെ വാർത്തെടുത്ത് പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഈ പരിപാടിയിൽ ഏറെക്കുറെ മുഴുവൻ സമയവും ഇരിക്കേണ്ട ആളായിരുന്നുവെങ്കിലും നേരത്തെ കൊടുത്ത ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പായി ഏതാനും വാക്കുകൾ പറയാൻ വേണ്ടി ഞാൻ എണീറ്റ് നിന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ മിക്ക പള്ളികളിലും ബീഹാരികളുടെ സാന്നിധ്യമാണ്. നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാവില്ല. എന്നാൽ വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ഇതുപോലെ സ്ഥാപനം വരികയും ചെയ്തതിൻ്റെ ഫലമായി വെള്ളിയാഴ്ച കുത്തുബ നടത്താനും ഉത്ബോധനം നടത്താനും കഴിയുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പം നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസത്തിനുമെതിരായുള്ള പോരാട്ടം ശക്തമായി നടത്തുകയും അതിൻ്റെ ഫലമായി പീഡനങ്ങളും പ്രയാസങ്ങളും ലഭിക്കുകയും ചെയ്ത കാലമുണ്ടായിരുന്നു. അന്ന് ആളുകൾക്ക് അത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കിടയിലാണ് ഈ ആചാരങ്ങളും അനാചാരങ്ങളും ശിർക്ക് സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ഭീഷണിയാണ്. നമ്മുടെ ദൗത്യം ഏറ്റവും ഗൗരവമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആവശ്യകതയാണ് അത് വിളിച്ചോതുന്നത്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും നാനാഭാഗത്തു നിന്നും ഇസ്ലാമിനെതിരായുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ ഒറ്റപ്പെടുത്താനും ഇസ്ലാം ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലത്ത് നാം നിൽക്കുകയാണ്. അത് വളരെ വ്യാപകമായ രീതിയിൽ നടക്കുന്നു. സോഷ്യൽ മീഡിയയിലാവട്ടെ, ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ, അത് സംബന്ധിച്ചുള്ള ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കാനും ആളുകൾക്കുള്ള അഭിപ്രായങ്ങൾ മാറ്റിയെടുക്കാനും സാധ്യതമാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ജാഗ്രതയോടുകൂടി നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് തന്നെ അനഭിലഷണീയമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പഴയ കാലങ്ങളിലാണെങ്കിൽ ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്യുക എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നത് വ്യാപകമാണ്. സ്വന്തം ഉമ്മയെ അടിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളും സ്വന്തം ഭാര്യയെ ആക്രമിക്കുന്നവരും സ്വന്തം മകളെ പീഡിപ്പിക്കുന്നവരും നമ്മുടെ സമുദായത്തിനകത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നമ്മളെല്ലാവരും ഏറെ വേദനിക്കുന്നവരാണ്. എവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത്, പ്രയാസമുണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവതരമായി നാം ആലോചിക്കേണ്ടതാണ്. ദീനീപരമായി വിദ്യാഭ്യാസം ലഭ്യമായി ആ രീതിയിൽ ചെട്ടിയോടുകൂടി നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പോലും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളേറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്.
ഞാൻ പറഞ്ഞതുപോലെ ഗൗരവതരമായ രീതിയിൽ ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികളാണെങ്കിലും നേതൃത്വം നൽകുന്നവരാണെങ്കിലും സമൂഹത്തിലെ മറ്റെല്ലാവരുമാണെങ്കിലും ഗൗരവത്തോടുകൂടി ആലോചിച്ച് ധാർമ്മികമായ ചുറ്റുപാടുകളിലൂടെ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഉണ്ടാവണം. കലാലയങ്ങളിലൊക്കെയാണെങ്കിൽ അവിടെ നിരീശ്വരവാദത്വവും അതുപോലുള്ള ഭൗതികവാദികളും യുക്തിചിന്തയുടെ പേരിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ രക്ഷിതാക്കൾക്കൊന്നും തന്നെയും കുട്ടികളുടെ മേൽ വേണ്ടത്ര കൺട്രോളിലാകാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. ഇവിടുന്ന് പുറത്തു പോകുന്നവരാണെങ്കിലും ദീനീ പ്രബോധനം നടത്തുന്നവരാണെങ്കിലും ആളുകൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിലും അവരുടെ എല്ലാം ബാധ്യതയും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇതുപോലെ സ്ഥാപനം ഉണ്ടാകുകയും ആ സ്ഥാപനത്തിൽ കുട്ടികൾ ഇറങ്ങുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉപയോഗപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കേരളക്കാർ എല്ലാവരും അറിയപ്പെടുന്ന, കേരളം മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന നല്ലൊരു സ്ഥാപനമായി ഇത് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സംവിധാനത്തിനും ഈ ഉദ്ഘാടന പരിപാടിക്കും എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.